Once again, welcome to Sandhu's Spoken English class. Previous class we have discussed about the usage of will you please and may. Today class is something special. Explore your knowledge and at the same time we have to understand the usage of have, has, how to and having. So this is the usage today's class we are highlighting. So everybody knows the usage of have and has. But do you know having? Do you know how to? Do you know has to? So let us familiar that technique and let us discuss that words. So how? So if you say that in Malayalam, നമ്മൾ മലയാളത്തിൽ പറയുവാണ് have എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉണ്ട് എന്നാണ്. Has ഉണ്ട്. So have and has have similar meaning. ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം സെയിം ആണ്. ബട്ട് സ്ട്രക്ചർ ഈസ് സംതിങ് സ്പെഷ്യൽ. സ്ട്രക്ചറിൽ ഒരു വ്യത്യാസമാണ്. ഹാവ് ആൻഡ് ഹാസ് ഇൻഡിക്കേറ്റ് സെയിം മീനിങ് ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ സ്ട്രക്ചർ സം ചേഞ്ചസ് ദെയർ. ഇതൊരു ഘടനയിലേക്ക് മാറുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? സോ ഹാവ് മീൻസ് ഉണ്ട്, ഹാസ് മീൻസ് ഉണ്ട്. സോ വേർ വി ക്യാൻ യൂസ് ഹാവ്. ഐ ഹാവ് എനിക്കുണ്ട്. യു ഹാവ് നിങ്ങൾക്കുണ്ട്. വി ഹാവ് ഞങ്ങൾക്കുണ്ട്. സോ ദേ ഹാവ് അവർക്കുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ. ഐ ഹാവ് എ കാർ. വി ഹാവ് എ കാർ. ദേ ഹാവ് എ കാർ. ഐ ഹാവ് എ പ്ലാൻ. എനിക്കൊരു പ്ലാൻ. യു ഹാവ് എ പ്ലാൻ. നിങ്ങൾക്കൊരു പ്ലാൻ. ദേ ഹാവ് എ പ്ലാൻ. അവർക്കൊരു പ്ലാൻ ഉണ്ട്. സോ അതാണ് അതിനർത്ഥം. ഐ ഹാവ് എ പ്ലാൻ. യു ഹാവ് എ പ്ലാൻ. ദേ ഹാവ് എ പ്ലാൻ. സിമിലർലി അവിടെ എവിടെയൊക്കെയാണ് ഹാവ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഐ, വി, യു, ദേ. ദാറ്റ് മീൻസ് സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് വരുന്നവ. പ്ലൂറൽ ദാറ്റ് മീൻസ് ബഹുവചനം. ബഹുവചനമായി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ബഹുവചനമായി വരുന്ന സന്ദർഭങ്ങളെല്ലാം ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ദേ ഹാവ്. സോ എവിടേക്ക് ഉപയോഗിക്കുന്നു? I, we, you, they. That means plural and I. Okay, പ്ലൂറലിന്റെ കൂടെയും ഐയുടെ കൂടെയും നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ഹാവ് ഉപയോഗിക്കാം. I have a daughter. എനിക്കൊരു മകളുണ്ട്. I have a son. എനിക്കൊരു സൺ ഉണ്ട്. They have a beautiful garden. അവർക്ക് മനോഹരമായ ഗാർഡൻ ഉണ്ട്. They have a beautiful garden. We have a beautiful garden. ഞങ്ങൾക്ക് മനോഹരമായ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട്. I have a house. You have a house. They have a house. Okay, let us discuss with you. I, we, you, they followed by have. We will get the meaning of ഉണ്ട്. Okay, but when we comes to എന്നാൽ നമ്മൾ when we comes to she, he, it എന്നാൽ നമ്മൾ she, it അതോടൊപ്പം തന്നെ ഹി ഇവ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, ഹാവിൻ്റെയും ഹാസിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണ്, ഉണ്ട് എന്നാണ്. ഹാവ് എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് ഹാസ് ഉള്ളത്. പക്ഷെ ഐയുടെ കൂടെയും വിയുടെ കൂടെയും യുവിൻ്റെ കൂടെയും ദേയുടെ കൂടെയും നമുക്ക് ഹാവേ ചേർക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉണ്ട് എന്നർത്ഥം കിട്ടും. എന്നാൽ ഹീയുടെ കൂടെ നമുക്ക് ഹാവ് ചേർക്കാൻ പറ്റത്തില്ല. ഹീയുടെ കൂടെ നാം ചേർക്കേണ്ടത് ഹാസ് ആണ്. അവനുണ്ട് എന്ന അർത്ഥമാകും. ഹി ഹാസ് എ പ്ലാൻ. ഷീ ഹാസ് എ പ്ലാൻ. അങ്ങനെയാണ് വരുന്നത്. ചിത്ര ഹാസ് എ പ്ലാൻ. യേശുദാസ് ഹാസ് എ പ്ലാൻ. സച്ചിൻ ഹാസ് എ പ്ലാൻ. കോഹ്ലി ഹാസ് എ പ്ലാൻ അല്ലേ? ആൻഡ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഹാസ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഷീയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നു. ഹീയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ സിംഗുലർ ആയിട്ടുള്ള ആ വ്യക്തികളെല്ലാം നമുക്ക് ഹാസ് ഉപയോഗിക്കുന്നു. ഹാസിന് അർത്ഥം ഉണ്ട് എന്നാണ്. So do you understand this? Okay, video you have to learn. That is our motto. Therefore, if you have doubt, please reply that comment. So if you have doubt is there. Otherwise, you have to send a voice message or a textual message to our Telegram. So we should clarify that doubt. So I have a, he has. They have a, she has. Okay, അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? I have a scooter. Do you understand Malayalam? എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്.
ഇനി അവൾക്കൊരു സ്കൂട്ടർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഷീ ഹാസ് എ സ്കൂട്ടർ. ഷീ that means you can give the name of another persons also. You can say something example like some Deepthi, Kavya, whatever it may be. Soumya has a scooter. Deepthi has a scooter. അല്ലേ? യെസ്. ഇനി മോഹൻലാൽ ഹാസ് എ കാരവാൻ. അല്ലേ? മോഹൻലാൽ ആണ് ഹാസ് അല്ലേ ഇറങ്ങുന്നത്. ഇനി മോഹൻലാലിനും മമ്മൂട്ടിക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേരാവും, പ്ലൂറലാവും. മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാവ് ഓർ ഹാസ്? ഹാവ് ആണോ ഹാസ് ആണോ? മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഹാവ്. വൈ? ബിക്കോസ് ബോത്ത് ആർ പ്ലൂറൽ. അപ്പം പ്ലൂറൽ വന്നാൽ ഹാവ് ചേർക്കണമെന്നും സിംഗുലർ വന്നാൽ ഹാസ് ചേർക്കണമെന്നാണ് മനസ്സിലായത്. നമുക്ക് കൂടുതൽ എക്സാമ്പിളുകൾ വെൻ വി കംസ് ടു ലൈവ് ക്ലാസ് കാണാം. ഓക്കെ, ആ ലൈവ് ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഹാവ് ആൻഡ് ഹാസ് വി ഹാവ് ഡിസ്കസ്ഡ് അല്ലേ. ദെൻ വി ആർ ഗോയിങ് ടു സേ അബൌട്ട് ഹാവ് ടു ആൻഡ് ഹാസ് ടു. How to and has to. First of all, you have to discuss about how to. Okay, how to എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരു പ്രവൃത്തി നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. So one type of actions we need to carry out. One type of action we needs to carry out. ഒരു തരത്തിലുള്ള പ്രവൃത്തി നാം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിനെയാണ് how to അഥവാ has to കാണിക്കുന്നത്. How to or has to indicates that one action we need to carry on. Example, I have to attend a marriage function. കണ്ടോ, എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. I have to attend a marriage function tomorrow morning at 10 a.m. I have to attend a funeral ശവദാഹം. I have to attend a funeral tomorrow evening. I have to go market because of ഓണം ഫെസ്റ്റിവൽ കാരണം എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതായിട്ടുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് റെഗുലർലി. എനിക്ക് എല്ലാ ദിവസവും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഐ ഹാവ് ടു അറ്റൻഡ് എ മാരേജ് ഫംഗ്ഷൻ. ഐ ഹാവ് ടു അറ്റൻഡ് എ ബർത്ത്ഡേ പാർട്ടി. ഐ ഹാവ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് ഹൗസ്. ഐ ഹാവ് ടു ഗോ മൈ ഫ്രണ്ട്സ് മാരേജ് നെക്സ്റ്റ് വീക്ക്. എല്ലാം നമ്മൾ നോക്കിക്കേ, അവിടെ ഹാവ് ടു എന്ന അർത്ഥം കിട്ടിയപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ വളരെ യൂസ്ഫുൾ ആയ സെന്റൻസ് ആണ് ഹാവ് ടു. ഓക്കെ, ഐ സെയിം റൂൾ തന്നെയാണ്. ഐ, വി, യു, ദേ ഫോളോഡ് ബൈ ഹാവ് ടു. ഐ ഹാവ് ടു ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. യു ഹാവ് ടു നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേ ഹാവ് ടു അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാട്ട് ഇറ്റ് മേ ബി. സോ ലെറ്റ് us discuss something special, some examples. I have to arrange a staff meeting tomorrow. I have to attend a students felicitation camp tomorrow. I have to report this case to police inspector. I have to watch the cricket match between India and England next week. I have to visit my grandparents' house day after tomorrow for celebrating Onam Fest. I have to upload videos on my YouTube channel every week. I have to upload videos on YouTube channel every week. So, do you understand this? This all of them you have to carry out one type of action that is mentioning here. ഒരു തരത്തിലുള്ള ജോലി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതിനെയാണ് കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം we have to pray for him. അല്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. +1 സ്റ്റുഡൻസ് ഹാവ് ടു അപ്ലൈ ഫോർ സിംഗിൾ വിൻഡോ സിസ്റ്റം. +1 വിദ്യാർത്ഥികൾ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിന് ആപ്ലിക്കേഷൻ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു സ്റ്റഡി വെൽ നമ്മൾ ശരിയായ രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു പ്രേ ഫോർ വെൽ വി ഹാവ് ടു പ്രേ ഫോർ അവർ പ്രോസ്പിരിറ്റി. വി ഹാവ് ടു പ്രേ ഫോർ അവർ പ്രോസ്പിരിറ്റി ഐശ്വര്യം. നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു ലുക്ക് അവർ ഹൊറോസ്കോപ്പ്. അല്ലേ, നമ്മൾ നമ്മുടെ ജാതകം നോക്കേണ്ടതായിട്ടുണ്ട്. ഹൊറോസ്കോപ്പ്. ഓക്കെ, സോ ലെറ്റ് us discuss more and more examples through our platform. I hope you have no doubt about how to. So listen. So similarly, she, if you come to she how to is wrong. She has to attend a marriage function. He has to attend a birthday party. He has to return his examination. He has to sign on the check. He has to improve his English skills. Rahul has to study well for his upcoming examinations.
Okay, similarly, Sujitra has to attend the meeting at sharp 10 o'clock tomorrow. So, all are the examples of how to and has to. So, practice well. How to practice? So, you go and talk silently. Otherwise, you go and look in front of a mirror, then you have to say some examples. Then if you are parents, you try to speak to your students. Then, Manu, you have to take this idli as your breakfast. So we have no other choice. So whatever it may be, you can use and use and use and use, and that to make familiar to that words. So then only you can improve this. Otherwise, it's no use. Because what are the class we have discussed over? Some students says that Santosh sir said about have and has. But everybody know that have and has. But how to practice and how to make it into your heart, then only will useful it to you. Therefore, don't hesitate to use through these words for your WhatsApp chat and for your communication to your friends and also your colleagues, and at the same time to your students or your children. So no doubt about that, this word should be with you and you can improve very fluently without any hesitation. So have, has, how to and has to. Have, has, and how to and has to. Finally, having. Having. Have you heard about that word? Having. Having. ഉണ്ടായിട്ട്. Have ഉണ്ട്. How to ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. Having ഉണ്ടായിട്ട്. Having many friends, I told all my secrets to Kiran. എനിക്ക് അനേക സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തായ കിരണിനോട് പറഞ്ഞു. Having many friends, I told all secrets to Kiran. Having enough money, I borrowed 1,000 rupees from my mother. കണ്ടോ, എനിക്ക് പൈസ ഉണ്ടായിട്ടും 1000 രൂപ എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ മേടിച്ചു. Having enough confidence, I joined aeronautical engineering. എനിക്ക് അനേക കോൺഫിഡൻസ് ഉണ്ടായിട്ടും I joined aeronautical engineering. Having bad review, the film still box office hit. ഒരു bad review ഉണ്ടായിട്ടും ആ സിനിമ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായി. Having many bad reviews, still the film is become bad box office hit. Having enough platform, he selected a very useless platform. അനേക പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും ഉപയോഗപ്രദമല്ലാത്ത ഒരു സംഭവം അവൻ ഉപയോഗിച്ചു. അപ്പം having, have, how to, has to. Having is, I think that you may be doubt about having. So having, if you have doubt is there, you have to comment on these videos and down that comment box, and also you can interact with me in our live section with Google platform. So let us discuss further clarification through this. Okay, and finally our daily tips. Okay, have you remembered that what are the daily tips we have discussed previous class? Previous class we have discussed the blue-eyed boy and an apple of eye. Today is something special. Okay, you know that some words which are related to sleep. നമ്മൾ ഇന്ന് ഡെയിലി വേർഡ്സിൽ പറയാൻ പോകുന്ന സ്ലീപ്പുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. സ്ലീപ്പ് ഉറങ്ങുക. ഡ്രൗസിങ്, DROWSING, drowsing. So drowsing, the drowsing means a feel to sleep. ഉറക്കം വരുന്നതിനാണ് drowsing. Or dozing off, that is all similar. Dozing off, ഉറങ്ങുക. Drowsing, ഉറക്കം വരിക. And nap, NAP, nap. Have you heard about this word before? Nap, മയക്കം. Catnap എന്ന് പറഞ്ഞ ചെറു മയക്കം. So the words once again remind you that sleep, ഉറക്കം, drowsing and dozing, ഉറക്കം വരിക, ആ ഉറങ്ങുക, ആ പ്രോസസ്. And nap, ചെറുമയക്കം. Catnap, പൂച്ച ഉറക്കം. പൂച്ചയൊക്കെ ഉറങ്ങുന്ന പോലെ ചെറുതായിട്ട് ഇടയ്ക്ക് ഉറങ്ങും, ചെറുക്കാണ്. നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന catnap എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നാപ്പ്, catnap, പൂച്ച ഉറക്കം അല്ലേ. അങ്ങനെയാണ് ഉച്ച ഉറക്കത്തിന് എന്ത് പറയാം? സീസ്റ്റ. ഉറക്കവുമായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ലീപ്പ്, ഡ്രൗസിങ്, ഡോസിങ്,
nap, catnap, and siesta. These are the 6 words you enrich and jot down in your notebook. You have improve your English with vocabulary and these tricks. And with another new class, we will come back to our class soon. Thank you.